നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ളതായ വാക്യങ്ങൾ, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൊലോഷ്യൻ ചാപ്റ്റർ 2nd chapter verses 8 to 10. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണം ഉള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും ദേവരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. മതി. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുന്നു. Beware lest anyone cheat you through philosophy and empty deceit, according to the tradition of men, according to the basic principles of the world, and not according to Christ. For in him dwells all the fullness of the Godhead bodily, and you are complete in him, who is the head of all principality and power. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ചാപ്റ്റർ പല പ്രാവശ്യം വായിക്കാനായിട്ടിടയായത്. എൻ്റെ ഹൃദയത്തിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് താല്പര്യം തോന്നി. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാനായിരുന്നത്. എന്താണ് ഇതിൽ നിന്ന് ഷെയർ ചെയ്യേണ്ടത്? ഞാൻ പല ബുക്സുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. എനിക്കൊന്നും ഒരു ഐഡിയയും കിട്ടിയില്ല. എനിവേ, ഇന്ന് രാവിലെയും ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച്, കർത്താവേ, എന്താ ഞാൻ ഇന്ന് ഷെയർ ചെയ്യേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ ഈ വചനമാണല്ലോ ഉള്ളത്, പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വേദഭാഗം ഇങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. അതെൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ അത് എൻഗേജ് ആയതുകൊണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല. ആ ടെക്സ്റ്റ് മെസ്സേജ് ഇതായിരുന്നു: യുവർ വെഹിക്കിൾ കറന്റ്ലി ഹാസ് ആൻ അൺപെയ്ഡ് ടോൾ വോയ്സ് ഫ്രം January 24th. അവോയ്ഡ് ഫൈൻസ് ആൻഡ് രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ, പേ ഹിയർ എന്ന് പറഞ്ഞൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യണം പേ ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ എനിക്ക് ഫൈൻ വരും, രജിസ്ട്രേഷൻ ക്യാൻസലാകും എന്നാണ് ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിശ്ചയമായിട്ടും ഈ വചനം തന്നെയാണ് ഇന്ന് ഷെയർ ചെയ്യേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. കാര്യം ഇതുപോലെയുള്ള ടെസ്റ്റുകൾ എനിക്ക് നേരത്തെയും വന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ 100 കണക്കിന് ഈ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് കഴിയുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഡാളസിൽ താമസിക്കുന്ന ഒരു മാന്യനായ ഒരു വ്യക്തിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വന്നു. അവരുടെ കുടുംബ പിക്ചറുണ്ട്. അപ്പം എന്നോട് ഹലോ പാസ്റ്റർ, ഹൗ ആർ യു എന്ന് ചോദിച്ചാണ് അവർ ആരംഭിക്കുന്നത്. ഹൗ ആർ യു എന്ന് പറഞ്ഞ് ചോദിച്ച് ആരംഭിക്കുന്നു. ഞാൻ ടൈം നോക്കിയപ്പം 10 മണിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജാണ്. ഈ സമയത്ത് സാധാരണ ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്യാറില്ല. ഈ സമയത്ത് എനിക്ക് അവർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊരു ചിന്ത എനിക്കില്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഐ ആം ഓക്കെ, ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞു. അടുത്തത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ പല ദിവസം ഹൗ ആർ യു, ഹൗ ഈസ് യുവർ ഫാമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിക്കാനിടയായി. ഒടുവിൽ അദ്ദേഹം എനിക്ക് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്:
ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്തു, ഹാവ് യു അപ്ലൈഡ് ഫോർ ദ ചാരിറ്റീസ് എയ്ഡ് ഫൗണ്ടേഷൻ CIF ഗ്രാൻഡ് ബെനിഫിറ്റ്? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും, ആ സഹോദരൻ എനിക്ക് സാധാരണ ടെസ്റ്റ് ചെയ്യാറില്ല. നല്ല സ്നേഹത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത ശേഷം, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് നിങ്ങൾ അറിയും, ഞാനതുകൊണ്ട് പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉടനെ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ഹാവ് യു അപ്ലൈഡ് ഫോർ ദ ചാരിറ്റീസ് എയ്ഡ് ഫൗണ്ടേഷൻ CIF ഗ്രാൻഡ് ബെനിഫിറ്റ്? അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ ഡിലീറ്റ് ചെയ്തില്ല. അങ്ങനെ എൻ്റെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളരെ വഞ്ചനയും കവർച്ചയും നിറഞ്ഞൊരു ലോകമാണ്. ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ അനേക പ്രാവശ്യം വലിയൊരു ഒരു ഒരു പാരഗ്രാഫാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന 2-3 വാക്കുകൾ ഞാൻ എടുത്തു പറയാം. വേഴ്സ് 8, 8-ാം വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. ചീറ്റ് ചെയ്യുന്ന ഒരനുഭവം, ചീറ്റ് ചെയ്യരുത്. 16-ാം വാക്യം, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളോ ആരും നിങ്ങളെ വിധിക്കരുത്. നോട്ട് ഗീവ് എനി ചാൻസ് ടു ജഡ്ജ് യു. 19-ാം വാക്യം, ഒടുവിലത്തെ ഭാഗം, ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഈ ചാപ്റ്ററിൽ തന്നെ എത്ര വാണിംഗാ പറഞ്ഞേക്കുന്നത്. കവർച്ച ചെയ്യരുത്. നോട്ട് എനിബഡി ചീറ്റ് യു. നിങ്ങളെ ആരും വിധിക്കരുത്. ലെറ്റ് നോബഡി ജഡ്ജ് യു ഫോർ ദ ഡേയ്സ് ആൻഡ് സം റിച്വൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് എവറിത്തിങ്. ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഈ ലോകം, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എവിടെ നോക്കിയാലും എല്ലായിടത്തും വഞ്ചനയും ചതിവും കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ്. ന്യൂയോർക്കിലെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു 70-year-old ഗ്രാൻഡ് മദറിന്റെ കാര്യമാണ്. അവരുടെ പേര്, അവർ താമസിച്ചിരുന്നത് സീഫോർഡ്, ന്യൂയോർക്കിലാണ്. അവരുടെ പേര് ജീൻ എന്നാണ്. ജീൻ ഒരു ടെലിഫോൺ കോൾ വന്നു. യുവർ ഗ്രാൻഡ് സൺ ഹാഡ് ബീൻ അറസ്റ്റഡ് ഫോർ ഡ്രങ്ക് ഡ്രൈവിംഗ് ആൻഡ് വാസ് ഇൻ ജയിൽ. നിങ്ങളുടെ കൊച്ചുമോനെ ഡ്രിങ്ക് ചെയ്ത് ഡ്രൈവ് ചെയ്തതിന്റെ ഫലമായിട്ട് അറസ്റ്റ് ചെയ്തു. അവൻ ജയിലിലാണ്. അവനെ രക്ഷിക്കാനായിട്ട് അവനിങ്ങനെ കരയുകയാണ്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവന്റെ ലോയറാണ്, അവന് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. After several phone calls, a person claiming to be the grandson's lawyer told her he needed $8,000 for bail. ഈ ഗ്രാൻഡ്സണിനെ ബെയിലിൽ ഇറക്കാൻ ഒരു $8,000 ആവശ്യമുണ്ട് എന്നാണ് ആ ലോയറിന്റെ രീതിയിൽ പറഞ്ഞയാൾ സംസാരിച്ചത്. അപ്പോൾ ജീൻ എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ പറഞ്ഞു, ജീൻ ടോൾഡ് ഹിം ഷീ ഹാഡ് that much money in her home. എൻ്റെ വീട്ടിൽ അത്രയും രൂപയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. താമസിക്കാതെ തന്നെ എ ബെയിൽ ബോണ്ട്സ്മാൻ അറൈവ്ഡ് ടു കളക്ട് ദ ക്യാഷ്. പൈസ കളക്ട് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നു. ജീൻ ഹാൻഡഡ് ഹിം ടു ദ എൻവെലപ്പ്. ഒരു ഫുൾ എൻവെലപ്പ് ആ മനുഷ്യന്റെ കയ്യിൽ അവർ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. പക്ഷേ ആ എൻവെലപ്പ് നിറയെ യൂസ്ലെസ് ആയിട്ടുള്ള പേപ്പർ കട്ടിംഗ് ആയിരുന്നു. ഓൾ ഓഫ് എ സഡൻ വാട്ട് ഹാപ്പൻ, ബട്ട് the envelope was filled with worthless paper and a police officer stepped out to arrest the imposter. പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ന്യൂയോർക്കിൽ സംഭവിച്ച കാര്യമാണ്. ഈ ജീൻ ബിഗിനിങ് കോൺവെർസേഷൻ മുതലേ മനസ്സിലായി ഇതെന്നെ പറ്റിക്കാൻ, വഞ്ചിക്കാനാണെന്ന്. അവരും തന്ത്രപൂർവമായി പ്ലാൻ ചെയ്തു. രൂപ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ വരുത്തി പേപ്പർ കെട്ടുള്ള ആ എൻവെലപ്പ് കൊടുത്തതിന് ശേഷം
ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യിച്ചു എന്നാണ് വാർത്ത. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ധാരാളമായി നടക്കുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്റ്റോറികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയുമായിരിക്കും. വേറൊരു സ്റ്റോറി ഞാൻ വായിച്ചത് എവലിൻ എന്ന് പറയുന്ന ഒരു ലേഡിയെ കുറിച്ചാണ്. അവൾ ഷീ മെറ്റ് എ വണ്ടർഫുൾ മാൻ ത്രൂ ആൻ ഓൺലൈൻ ഡേറ്റിംഗ് സർവീസ്. ഓൺലൈനിൽ കൂടിയുള്ള ഡേറ്റിംഗ് സർവീസിൽ നിന്ന് 62 വയസ്സുള്ള വിൽസൺ റോബർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവൾ പരിചയപ്പെട്ടു. അവരിങ്ങനെ കോൺവെർസേഷനൊക്കെ നടത്തി വളരെ താല്പര്യമായി. ഒടുവിൽ ഇവരുടെ ജോലി സംബന്ധമായിട്ട് ഇവൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തു. ഒടുവിൽ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യും, കോൺവെർസേഷൻ ഫോൺ കോൾ നടത്തും. ഒടുവിൽ അവർ തീരുമാനിച്ചു ബഹമാസിൽ വെച്ച് അവരുടെ വിവാഹം നടത്താമെന്ന്. ആഫ്റ്റർ ടോക്ക്ഡ് ഓൺ ദ ഫോൺ ആൻഡ് ടെസ്റ്റഡ് ഡെയിലി ദേ ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ് ഇൻ ദ ബഹമാസ്. അങ്ങനെ അവര് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ എവലിൻ അറിഞ്ഞില്ല വിൽസൺ റോബർട്ട് എന്ന് പറയുന്നയാൾ നൈജീരിയയിലെ ഒരു വലിയ ക്രിമിനൽ ടീമിൽപ്പെട്ടയാളായിരുന്നെന്ന്. അവളുടെ അക്കൗണ്ട് എല്ലാം empty ആയി. അവളുടെ ബാങ്ക് അക്കൗണ്ട് വെയർ ഗോൺ. ഹർ റിട്ടയർമെന്റ് എമൗണ്ട് വാസ് ഡ്രെയിൻഡ്. ഷീ സെഡ് ഐ ലോസ്റ്റ് എവരിതിങ്. എല്ലാം എനിക്ക് നഷ്ടമായി. പിന്നെ അവളുടെ ദൈനംദിന ജീവിതത്തിന് ഒരു കടയിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വന്നു എന്ന് ആ സ്റ്റോറി പറയുന്നു. ഒരു ന്യൂസ് പേപ്പർ വാർത്തയാണിത്. അപ്പോൾ ഇങ്ങനെ അവർ പറയുന്നത് ഫ്ലോറിഡയിൽ എസ്പെഷ്യലി എല്ലാ മാസവും മില്യൺസ് ഓഫ് ഡോളറാണ് ഇങ്ങനെയുള്ള ചതിവിൽ പെട്ടു പോകുന്നത് എന്നാണ് വാർത്ത പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇങ്ങനെ എത്രയെത്ര ഫോൺ കോൾ എനിക്ക് നേരത്തെയും ഈ ടോളിന്റെ ഫോൺ കോൾ ഇതുപോലത്തത് ഞാൻ വന്നിട്ടുണ്ട്. അത് വിശ്വസനീയമായി പോകും. ഞാൻ ഹൂസ്റ്റണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ടോൾ റോഡ് എടുത്താ പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഉടനെ തന്നെ നിന്റെ ടോൾ കാർഡ് ശരിയായില്ല, വർക്ക് ചെയ്തില്ല, ഇന്ന വെബ്സൈറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന രീതി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ പേപ്പർ അയക്കത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ചതിവുകൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ലോകത്തിലെ പണമോ ലോകത്തിലെ സമ്പത്തുകളോ നഷ്ടമാക്കുന്നതിനേക്കാൾ വലിയ ഒരു നഷ്ടമാണ് ഈ തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ വഞ്ചിച്ചു പോയാൽ എന്നാണ് അദ്ദേഹം വാൺ ചെയ്യുന്നത്. ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുത്. ചതിയുടെ ലോകമാണ്. വാസ്തവത്തിൽ ഈവൻ ബൈബിള് തന്നെ നമ്മൾ പഠിച്ചാൽ ബിഗിനിങ്ങിൽ തൊട്ട് ഈ വഞ്ചനയും ചതിവും നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്രഹാം അബിമേലെക്കിനെ വഞ്ചിച്ചത് നമുക്ക് ചരിത്രമുണ്ട്. അതുപോലെ ഇസഹാക്ക് റബേക്കയുടെ കാര്യം പറഞ്ഞു വഞ്ചിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബിന്റെ പുത്രന്മാർ ശേഖേം പൗരന്മാരെ ചതിച്ചത്, വഞ്ചിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബിന്റെ പുത്രന്മാര് അവര് തന്റെ പിതാവിനെ ജോസഫിന്റെ കാര്യം പറഞ്ഞ് അവനെ ഏതോ ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് അവന്റെ അങ്കിയും രക്തത്തിൽ മുക്കിക്കൊണ്ട് എന്ന് കാണിച്ച് അപ്പനെ വഞ്ചിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ബൈബിളിൽ തന്നെ യോശുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നെല്ലാം എനിക്ക് പല കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് കാണുവാൻ കഴിഞ്ഞു. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലുള്ള ലോകമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല. എൻ്റെ ഇന്നത്തെ വിഷയം, ആത്മീകമായി നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മൾ ചതിക്കപ്പെടരുത്. ഇതാണ് വിഷയം. സ്തോത്രം. പൗലോസ് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തത്വജ്ഞാനം, ഫിലോസഫി, അത് അടുത്തത് അദ്ദേഹം പറയുന്നത് ചില ആചാരങ്ങൾ ഉണ്ട്, അത് നിങ്ങളെ ചതിക്കരുത്.
ഭക്ഷണപരമായ കാര്യങ്ങളെക്കുറിച്ചും ദിവസങ്ങളെക്കുറിച്ചും പറഞ്ഞ് ആചാരങ്ങൾ, റിച്വൽസ് ഉണ്ടല്ലോ, അത് പറഞ്ഞ് നിങ്ങളെ ചതിക്കരുത്. നിയമവാദം അല്ലെങ്കിൽ ലീഗലിസം, ഇത് കൊലോസ്യയിലെ സഭ അന്ന് ഫേസ് ചെയ്ത വലിയ ഒരു ചലഞ്ചിങ്ങിനൊക്കെയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗലിസം അത് ഈ യഹൂദ പാരമ്പര്യവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരുന്നു. പരിച്ഛേദന അത് യഹൂദ മതത്തിലുള്ളതാ. അപ്പോഴേ അത് ലീഗലിസം, നിങ്ങൾ ദൈവമക്കളാകണോ, ദൈവരാജ്യത്തിൽ കടക്കണോ, നിങ്ങൾ ഇന്നതുപോലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പരിച്ഛേദനയിലേക്ക് പിന്നെയും കൊണ്ടുപോകുന്നതായ ലീഗലിസം, നിയമവാദം. മറ്റൊന്ന് മിസ്റ്റിസമാണ്. വചനാടിസ്ഥാനമല്ലാത്ത ചില മാർമികമായ കാര്യങ്ങളിലൂടെ, അത് വലിയ ഡിവൈൻ റെവലേഷനാണ്. ഇത് നിങ്ങൾക്ക് എങ്ങും വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. എനിക്ക് പ്രത്യേകം കിട്ടിയൊരു ഡിവൈൻ റെവലേഷനാണ് എന്ന് പറഞ്ഞ മിസ്റ്റിസത്തിലൂടെ അവരെ ദൈവത്തെ പ്രാപിക്കാം, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ പ്രാപിക്കാം എന്ന് പറയുന്നതായ ആ മിസ്റ്റിസം. വേറൊന്ന് അസസ്റ്റിസം അല്ലെങ്കിൽ സന്യാസവാദം. ത്യാഗപൂർവമായി അവരെ തന്നെ ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്ന് പറയുന്നതാണ് അസറ്റിസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആ പ്രശ്നങ്ങൾ നേരിട്ടതായ സഭയായിരുന്നു കൊലോസ്യ സഭ എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നാം വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള വിഷയങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവ സഭയിലും ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകളിലും സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ, വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഈ വഞ്ചന വരുന്നത് എവിടുന്നാണ്? പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ തത്വജ്ഞാനികൾ, ഫിലോസഫേഴ്സ് കൊണ്ടുവരുന്ന വഞ്ചനയാണ്. ലോകത്തിലെ മനുഷ്യര് നമ്മളെ വഞ്ചിക്കാം, നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു വലിയ ചതിവെന്ന് പറയുന്നത് പിശാചാണ് ചതിക്കുന്നത്. അതിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 തീമോഥെയോസ് 2 ഈ 14 വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? പിന്നെ ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യം വഞ്ചിക്കപ്പെട്ടത് ഹൗവയാണെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ വഞ്ചന എവിടെ ഉണ്ട്? ഏദനിൽ തൊട്ട് തുടങ്ങിയതാണ് വഞ്ചന. ആ വഞ്ചനയിലാണ് ഓരോരുത്തരും ഈ വഞ്ചനപരമായ കാര്യങ്ങൾ തങ്ങളുടെ ജീവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കാം, മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അബ്രഹാമൊക്കെ വഞ്ചിച്ചത്, അബീമേലെക്കിനോട് വഞ്ചന കാണിച്ചത് അദ്ദേഹം തന്റെ പ്രാണൻ രക്ഷപ്പെടാൻ വേണ്ടി അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ് അബ്രഹാമും ഇസഹാക്കും ഒക്കെ വഞ്ചന കാണിച്ചത്. എന്നാൽ ഇതെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളുള്ള ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതായ കാര്യമാണ്. ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്, നോസ്റ്റിസം, അത് പൗലോസ് ഒരിക്കലും അതിന് എതിർപ്പുള്ള ആളല്ലായിരുന്നു. കാര്യം അദ്ദേഹം ഒരു വലിയ ഫിലോസഫർ ആയിരുന്നു. എന്നാൽ ഈ തത്വജ്ഞാനം യേശുവിനെ കൂടാതുള്ള തത്വജ്ഞാനവും ലോകപ്രകാരമുള്ള അറിവൊക്കെ ആണെങ്കിൽ ഓർത്തോണം, അത് വഞ്ചനയാണ്. ഏത് അറിവാണെങ്കിലും ഏത് ജ്ഞാനമാണെങ്കിലും യേശുവിനെ കൂടാതെയാണോ, അങ്ങനെയാണെങ്കിൽ അത് നമ്മെ വഞ്ചിക്കുന്നതാണ്, സ്വീകരിക്കുവാൻ പാടില്ല. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അതും മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ ജീവിതത്തിലെ അറിവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതായ മറ്റ് ആ അറിവുകളെല്ലാം തന്നെ കർത്താവിന് യോഗ്യമാകും വണ്ണം, ദൈവവചനത്തിന് യോഗ്യമാകും വണ്ണമായിരിക്കണം. ദൈവത്തെ കൂടാതെയുള്ള തത്വജ്ഞാനം, വഞ്ചന, അത് പൈശാചികമാണ്. കാര്യം പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ ഭോഷ്കും അവന്റെ അപ്പനുമാകുന്നു എന്നാണ്. 1 യോഹന്നാൻ 5:19 നാം വായിക്കുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ
കിടക്കുന്നു എന്നാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ വഞ്ചന നമ്മൾക്ക് ഒഴിവാക്കുവാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലായത്, പിശാച് ദൈവമക്കളെ വഞ്ചിക്കും, ലോകത്തിലെ മനുഷ്യരിൽ കൂടെ വഞ്ചനയുണ്ടാകും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ. പിന്നെ വേറൊന്ന്, നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് നമുക്കൊരിക്കലും നമ്മളെ തന്നെ വഞ്ചിക്കാൻ ഇഷ്ടമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുന്നത്? അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം, നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം. നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പിൻ സൂക്ഷിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിൽ ആദിയോടന്തം നമ്മൾ വായിക്കുന്ന ഒത്തിരി വാണിംഗ് ഉണ്ട്. ഈ വാണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ അവഗണിച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനർത്ഥം സംഭവിക്കും. അത് നമുക്കറിയാം. സുനാമി വരുന്നു, അല്ലെങ്കിൽ ഫ്ലഡ് വരുന്നു, ഫയർ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഗവൺമെന്റ് വെതറിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന വാണിംഗ് പോലും അവഗണിച്ചവർക്കെല്ലാം അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാണിങ്സ്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാണിങ്ങുകൾ അവോയ്ഡ് ചെയ്താൽ, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്താൽ നമ്മൾക്കതിന്റെ പരിണിത ഫലമുണ്ടാകും. അതുകൊണ്ട് വളരെ സീരിയസ് ആയി നമ്മളത് എടുക്കേണ്ടതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മത്തായി 24:4 കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരും നിങ്ങളെ ചതിക്കരുത്, നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കുന്നവരുണ്ടെന്ന് കർത്താവ് പറയുന്നത്. 24-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും പറഞ്ഞു, കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവാ പറഞ്ഞിരിക്കുന്നത്, റിലീജിയസിന്റെ അടിസ്ഥാനത്തിൽ പോലും തെറ്റിക്കാനായിട്ട് കടന്നു വരും, വഞ്ചിക്കപ്പെട്ടു പോകും, നിങ്ങൾ സൂക്ഷിക്കണം. സ്തോത്രം. ഇനിയും പിശാച് ഉള്ള ലോകത്തിലാണ് പിശാച് നമ്മളെ വഞ്ചിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ദുരുപദേശങ്ങളും ഈ മനുഷ്യരിൽ കൂടെയുള്ള വരുന്ന വഞ്ചനകളും എല്ലാം തന്നെ പൈശാചികമായ പ്രേരണയിൽ നിന്ന് വരുന്നതാണ്. നമ്മളെ തന്നെ നമുക്ക് എങ്ങനെ വഞ്ചിക്കുവാൻ പറ്റും? 1 കൊരിന്ത്യർ 3:18 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 1 Corinthians chapter 3 verse 18. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. അപ്പൊ തന്നെത്താൻ നമുക്ക് വഞ്ചിക്കാൻ പറ്റുമോ? നോട്ട് ഡിസീവ് യുവർസെൽഫ്. അപ്പൊ നമ്മൾക്ക് നമ്മെ തന്നെ വഞ്ചിക്കാൻ പറ്റും. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഇപ്പോൾ ഈ ലോകത്തില് ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് ആ ലോകപ്രകാരമുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് എന്ന് നാം ദൈവവചനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന കൂടെ ചിന്തിക്കണമല്ലോ. 1 കൊരിന്ത്യർ 6:9 നമുക്ക് ഒരു വേദഭാഗമുണ്ട്, വായിക്കാം. 1 കൊരിന്ത്യർ 6:9 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പൗലോസ് അവിടെ ഒരു വാണിംഗ് പറയുകയാണ്. 1 Corinthians chapter 6 verse 9. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ഭവിഷ്ഠക്കാർ, വിശ്വസിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നോക്കുക, നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. എന്നെങ്ങനെയാ വഞ്ചിക്കുന്നത്? ഈ വകയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ദൈവരാജ്യത്തിൽ നമുക്ക് പോകാം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അന്യായം ചെയ്യുകയാണ്, നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ചെയ്യുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
അപ്പൊ ഈ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളെ തന്നെ വഞ്ചിക്കുവാൻ ഇടയാകരുത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാണിങ്ങിന് പേ അറ്റൻഷൻ ടു ദ വാണിങ്സ്. ദൈവവചനത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം, നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ഞാൻ ആ ഭാഗങ്ങളൊന്നും വിവരിക്കുന്നില്ല. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗം വരാം. ജെയിംസിന്റെ പുസ്തകം, ലേഖനം, യാക്കോബിന്റെ ലേഖനം 1:22 നമുക്ക് എങ്ങനെ നമ്മെ തന്നെ വഞ്ചിക്കാൻ പറ്റും? യാക്കോബ് 1:22. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കുവീൻ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ ദൈവവചനം കേൾക്കുക, പ്രസംഗിക്കുന്നത് കേൾക്കുക, ടിവിയിലൂടെ ദേവദാസന്മാർ പറയുന്ന വചനങ്ങളൊക്കെ കേൾക്കുക. പക്ഷേ ആ വചനങ്ങൾ കേട്ടിട്ട് ഞാൻ കേട്ടത് മതി, കേട്ടതുകൊണ്ട് ഞാൻ വിശുദ്ധനായി, ഇനിയും അത് പ്രവർത്തിക്കുകയൊന്നും ചെയ്യണ്ട, അനുസരിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ചതിക്കുകയാണ്. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാതിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കാത്തവനോ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങൾ ഒരുവന് തന്റെ നാവിന് കണിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യാജമത്രേ. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ പറ്റും? നാവിന് യാതൊരു കൺട്രോളുമില്ല. അന്നേരം തോന്നുന്നതെല്ലാം നമ്മൾ അങ്ങ് പറയും. അതിനുശേഷം നമ്മൾ പറയും ഞാൻ ഭക്തനാണ്. അവരെ തന്നെ വഞ്ചിക്കുകയാണ്. പ്രസംഗം കേൾക്കും, TV കേൾക്കും, ആ കേട്ടതിന് ശേഷം അതെല്ലാം അവര് തന്നെ വായിക്കും. വായിച്ചിട്ട് പെട്ടെന്നങ്ങ് മറന്നുപോകും. കണ്ണാടിയിൽ നമ്മൾ നമ്മുടെ രൂപം കാണുന്നു, നമ്മൾ ആ രൂപം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളത് അങ്ങ് മാഞ്ഞു പോകുന്നു. ഇതുപോലെ നമ്മൾ ബൈബിൾ വായിക്കുന്നു, നമ്മൾ പതിവായിട്ട് ബൈബിൾ വായിക്കുന്നു. പക്ഷെ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നമ്മളൊരു റിലീജിയസ് എക്സർസൈസ് ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ബൈബിൾ വായിച്ചതിന് ശേഷം ആ വായിക്കുന്നതെല്ലാം നമ്മൾ അങ്ങ് മറന്നു പോവുക. അതിനെക്കുറിച്ച് അനുസരിക്കണമെന്ന് നമുക്ക് ചിന്തയില്ല, ഓർക്കണമെന്ന് നമുക്ക് ചിന്തയില്ല. അങ്ങനെ നമ്മളൊരു റിലീജിയസ് എക്സർസൈസ് ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചിന്ത. മറ്റൊരു വാക്യം കർത്താവ് തന്നെ പറഞ്ഞിങ്ങനെയാണല്ലോ, മത്തായി 13:22 നമ്മൾ എന്താ വായിക്കുന്നത്? മത്തായി 13:22, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് മുള്ളിന്റെ ഇടയിൽ വീഴുന്നത് പോലെ ഉള്ളൂ. കാര്യം ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ആ വചനത്തെ ഞെരുക്കിയിട്ട് അത് വളരുവാനോ ഫലം കായ്ക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ അത് മാറുന്നു. ഇവിടെ യാക്കോബ് പറഞ്ഞ കാര്യം എന്താണ്? ദൈവവചനമെന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. ദൈവവചനമെന്ന ആ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്. കണ്ണാടിയിൽ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണാനായിട്ട് പറ്റും. എക്സാമിൻ അവേഴ്സെൽഫ്. അങ്ങനെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കഴുകിക്കളഞ്ഞിട്ട് ശുദ്ധിയാകുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. ഈ വചനം എന്ന് പറയുന്നത് കണ്ണാടി പോലാണോ? അതിന്റെ വർക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. പഴയ നിയമം നമ്മൾ പഠിച്ചാൽ സമാഗമന കൂടാരത്തിൽ താമ്രത്തൊട്ടി എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ താമ്രത്തൊട്ടി എങ്ങനെയാ ഉണ്ടാക്കിയത്? പുറപ്പാട് 38 8 മുതൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സോഡസ് ചാപ്റ്റർ 38 വേഴ്സ് 8. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ആലയത്തിന്റെ വാതിക്കൽ സേവ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ തങ്ങളുടെ മുഖം നോക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ലോഹം, മിനുസമാക്കിയ ആ ലോഹം അവരെല്ലാവരും ഡൊണേറ്റ് ചെയ്തു. അത് ഡൊണേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് താമ്രത്തൊട്ടി ഉണ്ടാക്കി. ആ താമ്രത്തൊട്ടിക്കകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്യുവാൻ വരുന്ന പുരോഹിതൻ ആദ്യം ആ താമ്രത്തൊട്ടിയുടെ അരികിൽ വരും. താമ്രത്തൊട്ടിയുടെ അരികിൽ വരും. താമ്രം ദർപ്പണം പോലെ ഭംഗിയായിട്ട് മുഖം കാണാൻ പറ്റുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ താമ്രത്തൊട്ടിയിലെ വെള്ളം ഉപയോഗിച്ച് തന്നെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് അവരെ ശുശ്രൂഷ ചെയ്യും. ഇതുപോലെയാണ് ദൈവവചനം. ദൈവവചനമാകുന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ, വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ തന്നെ കാണാം. അനേകരും അങ്ങനെയല്ല. നമ്മളൊരു പ്രസംഗം കേൾക്കുന്നു, ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, ഇന്നാരിത് കേൾക്കേണ്ടതായിരുന്നു, ഇത് അവരോടുള്ള ദൂതാണ്, എന്നോടല്ല. ഒരു നിമിഷം ഇതെന്റെ ജീവിതത്തിൽ എന്തു പറയുന്നു എന്ന് സ്വയപരിശോധന ചെയ്യുവാൻ സമയമെടുത്തിരുന്നെങ്കിൽ എത്രയോ അനുഗ്രഹമായിരുന്നു. ആ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മളെ തന്നെ കണ്ടതിന് ശേഷം ആ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച്, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നാം ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ ആ വചനത്തിലൂടെ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ഒരു ഉദാഹരണം കൂടെ ഞാൻ അതിനുള്ള ബന്ധത്തിൽ പറയാം. പഴയ നിയമത്തിൽ ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദാവീദ് എന്നാണ്. സ്തോത്രം. അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആ തെറ്റിനെ ദൈവാത്മാവ് ബോധപ്പെടുത്തുവാൻ നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനെ അവിടേക്ക് അയച്ചു. അദ്ദേഹം ഒരു വലിയ ഒരു എക്സാമ്പിളിലൂടെ ഒരു ആടിന്റെ സ്റ്റോറി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അവൻ ആരാണ്? അവനെ ശിക്ഷിക്കണം, അവനെ കൊല്ലണം, എൻ്റെ രാജ്യത്ത് അങ്ങനെയുള്ളൊന്നും പാടില്ല. അപ്പം നാഥാൻ പറഞ്ഞു, സാറേ, ആ മനുഷ്യൻ നീ തന്നെയാണ്, ആ പാപം നീ തന്നെയാ ചെയ്തത്. ഉടനെ ആ ദാവീദ് രാജാവ് പ്രവാചകനായ നാഥാനെ കൊല്ലാനല്ല പറഞ്ഞത്, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഉടനെ ദാവീദിനോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? 2 ശമൂവേൽ 12 അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 13 വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേൽ ചാപ്റ്റർ 12 വേഴ്സ് 13. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ നാഥാൻ ആ കണ്ണാടി ദാവീദിനെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തിന് ബോധ്യമായി. താൻ ആ തെറ്റ് സമ്മതിച്ചു, ഏറ്റുപറഞ്ഞു ഉടനെ തന്നെ ദൈവം പറഞ്ഞത്, നാഥാനെ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ മരിക്കുകയില്ല, നിന്നെ ദൈവം ശിക്ഷിക്കുകയില്ല. സ്തോത്രം. ഈ ദൈവവചനം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അത് നമ്മെ തന്നെ കാണുവാൻ സഹായിക്കുന്നതാണ്. ആ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച ശേഷം അതിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവവചനമാകുന്ന ആ വെള്ളത്താൽ നമ്മെ അവൻ കഴുകിയ ശേഷം
അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അവൻ യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? 2 കൊരിന്ത്യർ 3:18 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്. 2 കൊരിന്ത്യർ 3:18 സ്തോത്രം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്നു. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയ നിയമത്തിലെ ശുശ്രൂഷ നാം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം കിടക്കുകയാണ്. മോശ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിക്കപ്പെട്ടു. മനുഷ്യർക്ക്, ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ വണ്ണം തേജസ് ആയിരുന്നു. പക്ഷേ ആ തേജസ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകളെല്ലാം കണ്ടു, ആ നല്ല തേജസ് ആണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരും. കുറെ കഴിയുമ്പം ആ തേജസ് അങ്ങ് മങ്ങിപ്പോകും. മോശയ്ക്ക് അത് കാണാൻ ഇഷ്ടമില്ല. ആളുകൾ എൻ്റെ തേജസ് പോയത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മോശ ഒരു മൂടുപടം ഇട്ടങ്ങ് മൂടും. അപ്പൊ ആളുകൾ വിചാരിച്ചോട്ട് എൻ്റെ തേജസ് ഒന്നും പോയിട്ടില്ലെന്ന്, അങ്ങനെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. എനിവേ, എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ കാണുകയാണ്. യേശുവിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ യേശുവിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ആ തേജസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് മങ്ങിപ്പോകുന്നില്ല. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുവാൻ അത് നമ്മെ സഹായിക്കുന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ കർത്താവ്, സ്തോത്രം. എന്താണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്? അവൻ ആ മഹത്വ നാം വായിച്ച വേദഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താം. അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണല്ലോ. സ്തോത്രം. നിങ്ങൾ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിൽ? കർത്താവായ യേശുക്രിസ്തുവിൽ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമല്ല, മറ്റു ചില വെളിപ്പാടുകളിലൂടെ, മറ്റു ചില കാര്യങ്ങളിലൂടെ, പല കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ദൂതന്മാരുടെ നമുക്ക് നേരിട്ടങ്ങ് ദൈവത്തോട് അടുത്തിയല്ലാനൊന്നും പറ്റത്തില്ല. ദൂതന്മാരിലേക്ക് അവന്റെ തേജസ് വരുന്നുണ്ട്. ആ ദൂതന്മാര് മുഖാന്തരമാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ചതിക്കുന്നതായ ആ തത്വജ്ഞാനത്തിന്റെ മുമ്പിൽ, ആ റിച്വൽസിന്റെ മുമ്പിൽ അവരോട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തു കടന്നു വന്നത് സാധാരണ മനുഷ്യരെ പോലല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവന് പ്രത്യേകമായ ഒരു ബോഡിയാണ് കൊടുത്തത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. ആ പ്രത്യേക ശരീരത്തോടെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. യേശുവിന്റെ ശരീരത്തിന് ദ്രവത്വം കാണാനിടയായില്ല. ആ യേശു ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്ന ദൈവമാണ്. വിശ്വാസത്താൽ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അവനിൽ നിങ്ങളും പരിപൂർണരാണ് എന്ന് പറഞ്ഞാൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ കൊച്ചു ദൈവങ്ങളാകുമെന്നല്ല അതിന്റെ അർത്ഥം. ആ ദൈവം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളിൽ വരുവാനായിട്ടിടയായിത്തീരും. എന്ത് സ്വഭാവമാണ് നമ്മളിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ ആ താഴ്മ, ആ ക്ഷമ, ആ ദൈവിക യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകുമെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ആ യേശുവിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്, നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. അപ്പം നമ്മെ ആരും അടിമപ്പെടുത്താൻ ഇടയാകരുത്.
നിങ്ങൾ ഇത് ചെയ്യ്, നിങ്ങൾ അത് ചെയ്യ്, നിങ്ങൾ ഇന്നതൂടെ ചെയ്യ്, എന്നാലേ നിങ്ങൾക്ക് ആ ദൈവാനുഗ്രഹം കിട്ടത്തുള്ളൂ, ദൈവത്തെങ്കിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകമായി എനിക്ക് കിട്ടിയേക്കുന്ന ഒരു വെളിപ്പാടാണ്. ഇതൊക്കെ വെറും ഭോഷ്കാണ്. കർത്താവായ യേശു ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ആ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരണം എന്ന് പറഞ്ഞാൽ, ആ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതുപോലെ അവനിൽ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ വചനം, വാഗ്ദത്തങ്ങൾ നമ്മൾ സ്വീകരിച്ച് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നമ്മൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. We need to be partakers of his divine nature. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ ക്ഷമ, യേശുവിന്റെ ദയ, യേശുവിലുണ്ടായിരുന്ന സന്തോഷം, ഈ യേശുവിന്റെ സ്വഭാവമെല്ലാം നമ്മളിൽ കടന്നു വരണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ ദേഹരൂപമായി എഴുന്നള്ളി വസിക്കുന്നു. ആ യേശു വിശ്വാസത്താൽ എന്നിലും നിങ്ങളിലും വസിക്കുന്നു. അതുകൊണ്ട് നാം അവനിൽ പരിപൂർണരാണ്. നമ്മൾ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മുഖത്തെ യേശുവിന്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ന്യായപ്രമാണമിട്ട മൂടുപടം നീങ്ങിപ്പോകുകയാണ്. നീ അത് ചെയ്, നീ ഇത് ചെയ്, നീ അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, നിനക്ക് ദൈവാനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിന്റെ ലീഗലിസം ഉണ്ടല്ലോ, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നീങ്ങിപ്പോയിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞ് ഈ തത്വജ്ഞാനവും വഞ്ചനയും റിച്വൽസും ലീഗലിസവും ഇതുമായിട്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ സ്വതന്ത്രരായി. ഞാൻ ദൈവപൈതലാണ്, ഞാൻ യേശുവിൽ സ്വതന്ത്രനാണ്, ഞാൻ യേശുവിൽ സ്വതന്ത്രയാണ്, അവന്റെ തേജസ് എന്റെ മേൽ വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നാം ജീവിക്കണം. എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, ഞാൻ ദൈവപൈതലാണ്. ദൈവത്തിന്റെ ആ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം, വചനം വായിക്കുകയും ദിനംതോറും പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ ഡിസിപ്ലിൻ നാം കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ വഞ്ചനകളെല്ലാം ജയിക്കുവാനിടയായി തീരും. അപ്പോൾ ഓർക്കുക, ദൈവവചനത്തിൽ ധാരാളം വാണിംഗുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാണിംഗുകൾ അവഗണിക്കുന്നത് അപകടകരമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാണിങ്സ്, അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന വാണിങ്സ്, പൗലോസ് വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന വാണിങ്സ്, ഈ മുന്നറിയിപ്പുകളെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കണം. എബ്രായ ലേഖനം മുഴുവനും പലവിധ വാണിംഗുകളുടെ പുസ്തകം തന്നെയാണ്. ഇതെല്ലാം നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതാണ്. ലോകത്തിലെ തത്വജ്ഞാനികളാരും ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിക്കരുത്. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് കർത്താവ് വാണിംഗ് പറഞ്ഞെങ്കിൽ അത് നമ്മൾ അനുസരിച്ച് ആ വചനപ്രകാരം നമ്മൾ ജീവിക്കണം. കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിൽ പോകണം, എനിക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം, എനിക്ക് യേശുവിനെ പോലെ ആകണം. എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനും സമ്മതിക്കത്തില്ല. എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ അറിവുകൾക്ക്, എൻ്റെ പരിചയങ്ങൾക്ക് എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം. ആ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിലാണോ? ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് അവന്റെ ദിവ്യ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാകുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങളുടെ വചനധ്യാനം എങ്ങനെയുണ്ട്? കേവലം വായിച്ച് മറന്നു പോകുന്നവരായിട്ടാണോ? അതോ അതനുസരിക്കുന്നവരായിട്ടാണോ നിങ്ങളായിരിക്കുന്നത്? എങ്കിൽ മാത്രമേ ആ തേജസ് നിങ്ങളുടെ മേൽ വരുവാനിടയാകത്തുള്ളൂ. പൗലോസ് പറഞ്ഞ എല്ലാ വാണിങ്ങിനെ കുറിച്ചും എനിക്ക് ഇപ്പോൾ വിവരിക്കുവാൻ സമയമില്ല. നിങ്ങൾക്കത് വളരെ ഈസിയായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാണികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഈ ലോകത്തിൽ നമ്മെ ചതിക്കുവാൻ വരുന്ന ആ പല ആളുകളുടെയും ചതി മനസ്സിലായിട്ട് ഒഴിഞ്ഞു പോകുവാൻ എനിക്കും നിങ്ങൾക്കും ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ അപകടമായ നമ്മുടെ ആത്മാവിന് നേരെ, നമ്മുടെ പ്രത്യാശയ്ക്ക് നേരെ, നിത്യജീവന് നേരെ വരുന്നതായ വഞ്ചനയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ ജ്ഞാനികളാകണം.
ആ പ്രത്യാശ അനുഗ്രഹം നഷ്ടമാകുവാനിടയാകരുത്. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.